ഡി-സോൺ കലോത്സവത്തിൽ അക്രമം അഴിച്ചുവിട്ട KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ 3 പേർ റിമാൻഡിൽ. ചാലക്കുടി മുൻസിഫ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ശരത് ഓങ്ങല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാവ്യ, ഡി-സോൺ കലോത്സവത്തിലെ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതിന് SFIയുടെ കേരളോർമ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSUവിന്റെ സംസ്ഥാന ട്രഷററായിട്ടുള്ള സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സുദേവ് എന്നിവരെയാണ് ചാലക്കുടി സെഷൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഇന്ന് രാവിലെയാണ് മാള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. നടത്തിപ്പിൽ വലിയ രീതിയിലുള്ള അപാകതകൾ ഉണ്ടാകുന്നു. ഈ അപാകതകൾ ചൂണ്ടിക്കാണിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിൽ ആക്രോശവുമായിട്ട് ഈ KSU നേതാക്കൾ രംഗത്ത് വരികയും അവരെ ഇരുമ്പ് വടി ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമാണ് കേസിലുള്ളത്. അതുപോലെ തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വ്യാജ ആരോപണവുമായിട്ട് KSU നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കാൻ നേരത്ത് വളഞ്ഞിട്ട് ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്നൊരു വ്യാജ ആരോപണമാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ആ ആരോപണം ഇന്ന് പൊളിയുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. കാരണം ആ ആംബുലൻസിനകത്തുണ്ടായിരുന്നത് രോഗികളല്ല, മറിച്ച് KSU ഈ ഡി-സോൺ കലോത്സവത്തിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകരാണ് ആ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് എന്ന തെളിവുകളാണ് പുറത്തു വന്നത്. ആ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ് തന്നെ തങ്ങൾ ആംബുലൻസിൽ സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി എടുക്കുകയും അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു. ഇത് പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് KSU. അതിനു പിന്നാലെ തന്നെയാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമമാണ് കഴിഞ്ഞ സീസൺ മലപ്പുറത്ത് നടന്ന സീസൺ കലോത്സവത്തിലാണെങ്കിലും തൃശ്ശൂർ നടന്ന ഡി-സോൺ കലോത്സവത്തിലാണെങ്കിലും നടന്നിട്ടുള്ളത്. ഈ UDSFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലോത്സവങ്ങളിലെല്ലാം ഒരു രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശങ്ങളും മാനിക്കപ്പെടുന്നില്ല. വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പാലിക്കപ്പെടുന്നില്ല. അതിനെതിരെ അഭിപ്രായം പറയുന്നവരെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. കാവ്യ, ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.